ചേട്ടാ കോഴിക്കോടല്ലേ? പാലക്കാട് ജില്ലാ പ്രസിഡന്റ്. എന്താ തീരുമാനം? എങ്ങനെ കൈമാണിയുടെ തീരുമാനം അംഗീകരിക്കാൻ പറ്റും? അംഗീകരിക്കാൻ പറ്റില്ല ഒരു കാരണവശാലും. എങ്ങനെ തീരുമാനം? ജോസാർ പറഞ്ഞല്ലോ UDF നേതാക്കന്മാരുമായി സംസാരിച്ചു. ഇപ്പോഴും പ്രതീക്ഷ അവരുടെ തീരുമാനത്തിനനുസരിച്ച് ഇപ്പോഴും പ്രതീക്ഷയാണ്. UDF പിന്നെ നിലനിർത്തിയത് PJ സാറാണ്. അല്ലെങ്കിൽ ഇന്ന് UDF മാണി വിഭാഗം ഇല്ല. അതൊക്കെ യാഥാർത്ഥ്യമല്ലേ? ഏതായാലും മലബാറിനുള്ള നമ്മളെ സംബന്ധിച്ചിടത്തോളം ദൗർഭാഗ്യകരമായി പോയി. ഈ സീറ്റ് പാർട്ടി യോജിച്ച് ധാരണ പോകണമെന്നുള്ള അഭിപ്രായത്തിൽ വിട്ടുവീഴ്ചയോടുകൂടി 9 കൊല്ലക്കാലം PJ സാർ കൂടെയുള്ളവരും ത്യാഗം സഹിച്ചതാണ്. ഈ പാർട്ടിയിൽ യോജിച്ച് പോകേണ്ടി വരും. ഇനി മുന്നോട്ട് പോകുക എന്ന് പറഞ്ഞാൽ വളരെയധികം വിഷമമുണ്ട് പ്രവർത്തകർ. ഞങ്ങൾക്കൊക്കെ വളരെ വിഷമമുണ്ട്. ഇത് CPM-നെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടിയാണ്. വാസവനെ ജയിപ്പിച്ചു വിടുക, അതാണ് അവരുടെ ഉദ്ദേശം. ഈ സീറ്റ് നിഷേധിച്ചത് ആരാന്ന് പറയാൻ പറ്റും? കെ മാണിയാണ്, ജോസ് കെ മാണിയാണ് ഇതിന്റെ പിന്നിൽ? ഈ ജോസ് കെ മാണിയാണ്. മുഗളന്മാരുടെ ഭരണമാണ് ഇപ്പോൾ കേരള കോൺഗ്രസ് എമ്മിൽ കഴിഞ്ഞ 9 വർഷമായിട്ട് നടക്കുന്നത്. മുഗൾ രാജവംശത്തിന്റെ ചരിത്രം അറിയാമല്ലോ. ഔറംഗസീബിന് രാജാവാകാൻ വേണ്ടി ഷാജഹാൻ സ്വന്തം അപ്പനെ തടങ്കലിലാക്കി. അങ്ങനെ രാജാധികാരം ഏറ്റെടുത്തു. ജോസ് കെ മാണി ഇപ്പം മാണിയെ തടങ്കലിലാക്കി. പോകണമെന്നുള്ളതാണോ നമ്മുടെ ഒരു നിലപാട്? അതോ നിലപാട് ശക്തമായി തന്നെ മുന്നോട്ട് പോകണമെന്നുള്ളതാണ്? ഞങ്ങള് UDF യോജിച്ച് പോകണമെന്നുള്ളത്. മാണിക്കൊപ്പം യോജിച്ച് അവരെടുത്ത തീരുമാനം തിരുത്താൻ തയ്യാറായാൽ യോജിച്ചു പോകാൻ. ഇല്ലെങ്കിൽ ജോസ് കെ മാണിയോട് യോജിക്കണ്ടേ? ഞങ്ങൾ യോജിച്ചു പോകണം. അവര് നിലപാട് തിരുത്തുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് നിലപാടാണ് നിങ്ങൾ സ്വീകരിക്കുക? അത് UDF നേതാക്കളുമായി ആലോചിച്ച് തീരുമാനിച്ചു. UDF നേതാക്കളുമായി ആലോചിച്ച് അവരുമായിട്ട് ആലോചിച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ ബാക്കി കാര്യങ്ങൾ. ഈ നിലപാട് തിരുത്തിയില്ലെങ്കിൽ കെ മാണിയായിട്ട് യോജിച്ചു പോകും. നിലപാട് ഇപ്പൊ എടുത്ത നിലപാട് തിരുത്തിയിട്ടില്ലെങ്കിൽ തിരുത്തുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അതിനുവേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുത്തിയില്ലെങ്കിൽ പാർട്ടി വിടുമോ? പാർട്ടി വിടുന്ന കാര്യത്തെ പാർട്ടി വിടുക എന്ന് പറഞ്ഞാൽ പിന്നെ അത് പാർട്ടിയുടെ നേതൃത്വം ഉണ്ടായി ആലോചിച്ചെടുക്കേണ്ട തീരുമാനം. ജോസഫ് സാറിനെ പോലുള്ള ഒരാൾക്ക് ഉൾക്കൊള്ളാവുന്ന തീരുമാനമല്ലല്ലോ ഉണ്ടായിട്ടുള്ളത്. വിഷമമുണ്ട്, ഞങ്ങൾക്ക് എല്ലാവർക്കും വിഷമമുണ്ട്, പാർട്ടിക്കാർക്ക് മുഴുവൻ വിഷമമുണ്ട്. പാർട്ടി യോജിക്കേണ്ടിയിട്ട് മന്ത്രിസ്ഥാനം പോലും രാജിവെച്ച്, എല്ലാം രാജിവെച്ച് പാർട്ടിയുടെ യോജിപ്പ് ഒന്നായി കേരള കോൺഗ്രസ് ശക്തമായിട്ട് വരണമെന്നുള്ള ഒരൊറ്റ അഭിപ്രായത്തിലാണ് അന്ന് 2010 യോജിക്കുന്നത്. അതിനുശേഷം പറഞ്ഞ വ്യവസ്ഥകളൊന്നും പാലിച്ചിട്ടില്ല. ഒരു കാര്യം ആലോചിക്കില്ല. ഞങ്ങളോടും ആലോചിക്കില്ല, PJ സാറിനോടും ആലോചിക്കില്ല. ഏകാധിപത്യമായിട്ട് ജോസ് കെ മാണി തീരുമാനിക്കും. അത് ചെവി പറയും, ചെയർമാന്റെ ചെവി പറഞ്ഞ് കാര്യങ്ങൾ നടത്തുക. അത് ഇതുവരെ ശ്രമിച്ചു. ഇനി ഏറ്റവും അവർ ഇപ്പൊ പറഞ്ഞതെന്ന് വെച്ചാല് 2 കാര്യങ്ങളാണ്. MLA മത്സരിക്കാൻ പാടില്ല. MLA പാർലമെന്റിലേക്ക് UDF-ലും LDF-ലും എത്രയോ MLA-മാർ മത്സരിക്കുന്നു. പിന്നെ പറഞ്ഞത് ജില്ല മാറാൻ പാടില്ല. വിവരമെന്ന് പറയുന്ന ലെവറേജ് ഉണ്ടെങ്കിൽ അത് പറയില്ല. എന്നാന്ന് വെച്ചാൽ പാർട്ടി ചെയർമാനും പാർട്ടിയുടെ വർക്കിംഗ് ചെയർമാനും കേരളത്തിൽ എവിടെയാ മത്സരിക്കാൻ? ആരാ തടസ്സം? സ്റ്റിയറിംഗ് കമ്മിറ്റി കൂടിയതാണല്ലോ. പാർലമെന്റ് പാർട്ടി കൂടി തീരുമാനിച്ചു. സ്റ്റിയറിംഗ് കമ്മിറ്റി കൂടി മാണി സാറിനെ ചുമതലപ്പെടുത്തി. ഞങ്ങളുടെ ആത്മാർത്ഥമായ വിശ്വാസം മാണി സാറ് അനുകൂലമായി തീരുമാനമെടുക്കുന്നു. ഇന്ന് ബഹുജന അഭിപ്രായം, മൊത്തത്തിലുള്ള അഭിപ്രായം നിങ്ങൾക്ക് അറിയാമല്ലോ. നിങ്ങൾ ചാനലുകാരല്ലേ, ആർക്ക് അനുകൂല? അത് PJ സാറിന് അനുകൂലം. അവിടെ ജയിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥി PJ സാറാണ്. അപ്പം പിന്നെ പറഞ്ഞത് പിന്നെ അത് ഞാൻ പറഞ്ഞു. ഇനി അവസാന നിമിഷം എന്തായിരിക്കും ഒരു മാറ്റം വന്നത് സ്റ്റിയറിംഗ് കമ്മിറ്റിയിലും പാർലമെന്ററി പാർട്ടിയിലൊക്കെ? അത് ജോസ് കെ മാണിയോട് ചോദിക്കട്ടെ. നിങ്ങൾക്ക് കിട്ടുന്നൊരു സൂചന എന്തായിരിക്കും?
അവസാന നിമിഷം മാറാനുള്ള കാരണം അവസാന നിമിഷം എന്ന് പറഞ്ഞാൽ ഇപ്പം നല്ല സമയമാണ്. കാരണം വെച്ചാൽ മാറാൻ പറ്റിയ സമയമാണ്. ഒരു സിമ്പതി ഉണ്ടാവും. മാണി സാറിന് സുഖമില്ല, മാണി സാർ സുഖമില്ലായിരിക്കുന്നതുകൊണ്ടുള്ളൊരു ഈ ഒരു ഘട്ടത്തിലേക്ക് ഏതാണ്ട് ജോസഫിന്റെ പേര് തന്നെ ജോസഫിന്റെ പേര് തന്നെ വന്നതാണ്. അതെങ്ങനെ അട്ടിമറിക്കപ്പെട്ടു? അതാണ് ഞങ്ങൾക്ക് മനസ്സിലാകാത്തത്. നിഷാ ജോസ് ഇടപെടലുണ്ടെന്ന് കളിച്ചത് യഥാർത്ഥത്തിൽ പറഞ്ഞാല് ജോസ് കെ മാണിയും ജോസ് കെ മാണിയുടെ ഭാര്യ